ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുവാണേ. അപ്പോൾ ബി ആർ സൈക്കിളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപ്രശ്നമായിട്ട് അറുമായ സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ നേരത്ത് അഗസ്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഗസ്തിക്കുന്നുണ്ടല്ലേ, നോക്കി നല്ല രീതിക്ക് തന്നെ കാച്ചി പോകുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ ഇല കാണാത്ത രീതിയിൽ തന്നെ കാച്ചി നമ്മൾ ചെറിയ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. കുഞ്ഞിൽ നമ്മൾ ചെറിയ അഗസ്തി നമ്മൾ നടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അതിന് നട്ട സമയത്ത് എന്തെല്ലാം നമ്മൾ വളങ്ങളാണ് നമ്മൾ കൊടുത്ത് നമ്മൾ നട്ടത്. അപ്പോഴാണ് നമ്മൾ പറയുക നല്ല രീതിക്ക് തന്നെ നമുക്ക് അഗസ്തി ഇതേപോലെ നമുക്ക് ഇല കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് ആക്കിയത്. ഇത് കണ്ടേ, ഇതൊക്കെ ഇതെന്നാ നിറയെ മുട്ട് പോട്ടോ. ഇത് നമ്മൾ ഒരു വിളവ് എടുത്തതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ വിളവ് എടുത്തത് കുറേ ദിവസം ഇവിടെയൊക്കെ നമ്മൾ കിളച്ച സമയത്തൊക്കെ അത്ര ഇത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ധാരാളം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ചെടിയാണ് നമ്മുടെ അഗസ്തി ചെടി. എന്താ വെച്ചാൽ ഇതിനകത്ത് കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ അടങ്ങിക്കൊണ്ട് തന്നെ ഒരു 60ഓളം ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്കുള്ള നമുക്ക് എന്തെങ്കിലും ഉള്ള വായ്പുള്ളലോ അങ്ങനെയുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഉപയോഗിച്ച് കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് രക്തത്തിൻ്റെ കൊഴുപ്പ് ഒക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയിൽ എന്ന് പറയുമ്പോൾ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് തന്നെ നല്ല രീതിക്കുള്ള നമുക്ക് ഈ വയറ്റിന് സംബന്ധമായുള്ള രോഗങ്ങൾക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുള്ള അഗസ്തി ചീര കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് ഒരു 5 മാസം കൂടാൻ നേരത്ത് തന്നെ നമുക്ക് ഒരു വളങ്ങൾ, ഒരു കൂട്ടുവളം നമുക്ക് കൊടുത്താൽ നമുക്ക് ഇല കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കാച്ചിടും. അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് നമ്മൾ അഗസ്തി പൂക്കുന്നില്ല, അതേപോലെ തന്നെ അത് വന്നിട്ട് നമുക്ക് വാഴി പോകുന്നു എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വില്ലൻ രൂപത്തിൽ വരുന്നത് നമ്മളുടെ അതിൻ്റെ പച്ചപ്പുഴുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മളെ നോക്കിയാൽ അറിയാം, പുഴുവൊന്നും കടിച്ചിട്ടില്ല കേട്ടോ. പുഴുവൊന്നും കടിച്ചിട്ടില്ല. അപ്പോഴേ ഇതിൻ്റെ ഒരു പച്ചപ്പുഴുവിൻ്റെ ഒരു ആക്രമണമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചപ്പുഴു കുഞ്ഞിന് ചെറുതിലെയാണ് ഇതിൻ്റെ പച്ചപ്പുഴു ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വേപ്പണ മിശ്രിതം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ ആ പച്ചപ്പുഴു എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അഗസ്തിക്ക് നമ്മൾ വളം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഞാൻ പറയില്ലേ, നമുക്ക് 5 മാസം കൂടുമ്പോഴൊക്കെ നമുക്കൊരു വളം, നമുക്ക് ഇതിനകത്ത് ഒരു കൂട്ടുവളം നമുക്ക് ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ, നമുക്ക് ഏത് കായ്ക്കാത്ത അഗസ്തിയാണെങ്കിൽ തന്നെ നമുക്ക് കായ്ക്കും നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത അഗസ്തിയാണ്, പിന്നെ നമ്മൾ വളം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 5 മാസം കൂടുമ്പോൾ ഒരു വളം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതോടെ തടം നമുക്ക് എടുക്കണേ. നമുക്ക് ഇതോടെ തടം എടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് 1 അടി വീതിയെങ്കിലും നമുക്ക് 1 അടി താഴ്ചയെങ്കിലും നമുക്ക് കൊടുക്കണം കേട്ടോ. 1 അടി താഴ്ചയിലാണ് നമുക്ക് തടം എടുക്കാനുള്ള 1 അടി താഴ്ച ഉണ്ട് കേട്ടോ. 1 അടി താഴ്ചയിൽ നമുക്ക് ഇങ്ങനെ തടം എടുത്തതിന് ശേഷം അപ്പം ഇതിപ്പോൾ റൗണ്ട് സ്ഥലമുള്ളവർക്ക് റൗണ്ടായിട്ട് എടുക്കും. ഞാൻ ഇപ്പോൾ റൗണ്ടായിട്ട് എടുക്കുന്നില്ല, ഇപ്പോൾ സ്ഥലം കുറവുണ്ട്, ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. ഇപ്പോഴേ ഇങ്ങനെ കുറച്ച് നോക്കിയാണ് ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് എടുത്തതിന് ശേഷം പിന്നെയാണ് നമുക്കുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഞാൻ നേരത്തെ നമ്മളൊന്ന് എടുത്ത് ഇതാണേ. കണ്ടോ, ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനിയാണ് നമുക്കുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത്. നമുക്ക് ഞാൻ നേരത്തെ പറയല്ലേ, കുറച്ച് വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നല്ലതേക്കുള്ള അഗസ്തികൾ നമുക്ക് കായ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ 5 മാസം കൂടാൻ നേരത്ത് നമുക്ക് ഇതേപോലത്തെ വളങ്ങൾ കൊടുക്കാം. അപ്പോൾ 5 മാസം കൂടുമ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് കുറച്ച് കോഴിവളം എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിവളം എല്ലുപൊടിയും കൂടെ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഒരു ഗ്ലൗസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യണം കേട്ടോ. കോഴിവളമൊക്കെ ഉണ്ടോ, കുറച്ച് കോഴിവളം ഇങ്ങനെ നമുക്ക് തട്ടി കൊടുക്കാം. ഇത് കോഴിവളം എടുക്കാൻ ചൂട് കളഞ്ഞിട്ടുള്ള കോഴിവളം എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വേരെല്ലാം അഴുകി പോകും കേട്ടോ. അപ്പം അതിനുശേഷം പിന്നെ നമുക്ക് എടുക്കാം, നമ്മൾ ആട്ടും കൊടുക്കാം കേട്ടോ. അതും കുറച്ചുണ്ടെങ്കിൽ ആട്ടി കൊടുക്കും. ചാണകം കേട്ടോ, ചാണകവും കുറച്ച് വേപ്പുണ്ടാകും കൂടെ ഒന്ന് അതും കൂടെ തട്ടിക്കൊടുക്കും. എന്താ ഇതേ കിടക്കുന്നുണ്ടാവും നല്ല. അപ്പോഴേ പിന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നമ്മളെ ചാരം കേട്ടോ, ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ട് വേണം കുറച്ച് ചാരം. ഇപ്പോൾ പൂക്കാനും കായ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മളെ ചാരം കേട്ടോ. കുറച്ച് ചാമ്പൽ കുറച്ചുണ്ട് കൊടുക്കാം. നമ്മൾ pH ഒന്ന് ലെവൽ നിർത്താൻ കുറച്ച് pH ബൂസ്റ്ററേ
അത് കുറച്ച് നമ്മളെ പച്ചിലപ്പൊന്ന് ഇലയ്ക്ക് നല്ല രീതിക്കുള്ള പച്ചിലപ്പ് വരാൻ വേണ്ടി കുറച്ച് ബയോ ഗ്രീൻ കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്താൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ വളമില്ലാതെ ഒന്ന് ആയിട്ടുള്ള നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴേ തന്നെ നമുക്ക് ഇതേപോലത്തെ വളങ്ങൾ നമുക്ക് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചീമക്കൊന്നര ഇല നമുക്ക് കൊടുക്കാനുള്ളത്. ഇത് ധാരാളം നൈട്രജൻ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചീമക്കൊന്നര ഇല കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ചാണകപ്പൊടിയും കൊടുത്തിട്ടുണ്ട്, അതിന് നൈട്രജൻ കണ്ടന്റാണ്. അതേപോലെ തന്നെ നമ്മൾ എല്ലുപൊടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചാണകം കൊടുത്തിട്ടുണ്ട്, കോഴിവളം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്കുള്ള ഘടകങ്ങൾ അടങ്ങിക്കൊണ്ട് തന്നെ പൂക്കാനും കായ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ ചാണകം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്കത് വളരും കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല ഫലപുഷ്ടിയായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയൊക്കെയാണ് നമുക്കുള്ള കറക്റ്റായിട്ട് നമ്മൾ നൈട്രജൻ കണ്ടന്റ് കറക്റ്റ് രീതിക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ചാണകപ്പൊടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ രീതിക്കുള്ള വളങ്ങളും ഈ രീതിക്കുള്ള വളങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 5 മാസം കൂടുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇതേപോലെ വളങ്ങൾ നമുക്ക് കൊടുക്കണം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചീര വയ്ക്കുന്നുണ്ടല്ലേ, നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ അഗസ്തി പൂത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഒരു വിളവ് എടുത്തതാണ് കൂടെ പറയാം. ഇതാ നോക്കിയേ, പൊട്ടൊക്കെ ധാരാളം തന്നെ ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഇനി അഗസ്തിക്ക് ആരും തന്നെ പിന്നെ പൂവ് വന്നില്ല, അത് കായ്ക്കുന്നില്ല എന്നൊന്നും പറയൽ 5 മാസം കൂടുമ്പോൾ ഇതേപോലത്തെ വളങ്ങൾ നമുക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഇതൊന്ന് തിരിച്ച് നമുക്ക് മണ്ണ് പിടിച്ചിട്ട് കൊടുക്കണേ. നമ്മൾ ഈ മണ്ണ് കൂടെ തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് നമുക്ക് റിസൾട്ട് നമുക്ക് അത് കിട്ടത്തുള്ളൂ കേട്ടോ. കുറച്ചങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം കിടന്ന് അങ്ങെല്ലാം അങ്ങ് കമ്പോസ്റ്റായി മാറും കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ അതേപോലെ നമ്മളൊരു തിരുനന കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തിരുനന നമുക്കുള്ള പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള സ്ലറികളൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ തന്നെ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ആദ്യം നമുക്ക് നട്ടപ്പഴം തന്നെ നമ്മൾ അതിൻ്റെ താഴത്ത് നമ്മൾ കൊടുത്തതാണ് ഈ ഒരു കുപ്പി ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ജൈവ സ്ലറി നേരത്തെ നമ്മളൊരു വീഡിയോയിൽ നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരു 10 പൈസ പോലും ചിലവില്ലാത്ത രീതിക്ക് നമ്മൾ എടുക്കാനുള്ളൊരു ജൈവ സ്ലറിയാണ്. നമുക്കുള്ള പച്ചക്കറി വേസ്റ്റും അതേപോലെ കഞ്ഞിവെള്ളവും ചാരവും കൂടെ ആയിട്ടുള്ള ജൈവ സ്ലറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ലയിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇരട്ടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് വീഴ്ത്തി കൊടുക്കാം. വീഴ്ത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സ്ലറിയാണ് കേട്ടോ. അത് ഒരു 5 ദിവസമൊക്കെ ഇങ്ങനെ വെച്ച് പുളിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട കുറച്ച് നമുക്ക് അതിൻ്റെ ചൂടിലോട്ട് വേണ്ട നമ്മളെ ഈ കുപ്പിയിലോട്ടൊന്ന് വീഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. വേണ്ട നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. ധാരാളം ഘടകങ്ങളാണ് വയ്ക്കുന്നത്. നമ്മൾ അവിടെ നോണ്ട കുറേശ്ശേ അവരങ്ങ് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. നല്ല ജൈവ സ്ലറിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴേ സുഹൃത്തുക്കളെ, നമ്മൾ ഈ മുളക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളകൊക്കെ നമുക്ക് നമ്മളെ ജൈവ സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ പ്രത്യേകം നമ്മൾ ചുവട്ടിലാണ്ടോ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ധാരാളമുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ധാരാളം ബ്രാഞ്ചുകൾ വരും. ഓക്കെ, നല്ലതൊക്കെ തന്നെ പിന്നെ മുട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകുണ്ട്, ഇത് ക്യാപ്സിക്കൻ്റെ അത്രയും വലുപ്പമായിട്ടുള്ളൊരു മുളകാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ഉണ്ടമുളകാണ്. അതേ നമ്മളെ ഉണ്ടമുളകിൻ്റെ അതേ ടേസ്റ്റുള്ള കുറച്ച് വലിയ എരിവ് കുറഞ്ഞിട്ടോ ആയിട്ടുള്ള നമുക്കുള്ള ഒരു ഗുണ്ടമുളകാണ്. ക്യാപ്സിക്കനൊന്നും അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ കൊണ്ടുപോട്ടെ. ഇത് നമ്മൾ വിത്തിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ തന്നെ പിന്നെ ഇതായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അപ്പോഴും നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മൾ ഈ ഒരു ജൈവ സ്ലറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നമുക്കിങ്ങനെ നമുക്ക് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റാക്കി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് പിന്നെ
5 മാസം കൂടുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തുള്ള വളങ്ങൾ നമുക്ക് കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് അഗസ്തി കായ്ക്കുന്നതാണ്. അതുപോലെ നമ്മൾ ആ സീറോ കോസ്റ്റിൽ ഉണ്ടാക്കിയ നമ്മൾ ആ വളമൊക്കെ പിന്നെ ജീവസ്ലറിയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പുതിയൊരു കണ്ടന്റ് വരുന്നത്. ഗുഡ് ബൈ.